ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്ന വീഡിയോ കംപ്ലീറ്റ് ഓഫ് റോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓഫ് റോഡിങ്ങിൻ്റെ വീഡിയോസാണ്. ഇത് അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് ഒരു 1, 2, 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വളരെ മോശം കണ്ടീഷനാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത 1, 2, 3-നേക്കാളും മോശം കണ്ടീഷനിലാണ് ഈ 1, 2, 3. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ഈ വണ്ടി ഇതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ് റീസ്റ്റോറേഷൻ. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ബാക്കി വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി. വലിയ കുഴപ്പമില്ലാത്ത ബോഡിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും അടിയിലേക്കൊക്കെ താഴ്ഭാഗങ്ങളിലൊക്കെ ശരിക്കും തുരുമ്പായിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു വണ്ടിയാണ്. പാർട്സിൽ പല മെയിൻ സാധനങ്ങളും കുറവുണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇത് റീസ്റ്റോർ ചെയ്ത് ഇതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് നല്ലൊരു വണ്ടിയാക്കി നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത 1, 2, 3-നേക്കാൾ നല്ല ഒരു ലെവലിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. എന്തായാലും അല്ല കൊടുത്തിടാനിങ്ങനെ ബാക്കിൽ ടയറുണ്ട്. അപ്പുറത്തേക്കിട്ടാ
അങ്ങനെ നമ്മുടെ വണ്ടി പണി തുടങ്ങാൻ തീരുമാനിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ട്, നമ്മൾ അറിഞ്ഞിട്ട് തന്നെ എടുത്ത. നിലവിലിപ്പോൾ മൂവാറ്റുപുഴയിലാണുള്ളത്. അവിടെ വണ്ടിയുടെ എൻജിൻ ഇന്ന് ഇറക്കി. ഇന്ന് നമ്മൾ ഇതൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കും. സ്റ്റാർട്ടിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കും. ക്രാങ്ക് ആവില്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആക്കി വർക്ക് ചെയ്ത് വണ്ടി കംപ്ലീറ്റ് ആക്കി ഇറക്കാനാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും അത്യാവശ്യം നല്ല പൈസ ചിലവും അതിനേക്കാൾ ഉപരി സമയവും വന്ന പരിപാടിയാണ്. നല്ല രീതിയിൽ തുരുമ്പുണ്ട്. ഇതൊക്കെ ഈ വണ്ടിയുടെ അകത്തുണ്ടായതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഈ വണ്ടിയുടെയാണ്. ഗിയർ ബോക്സ് 2 എണ്ണം ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട്, അതുകൂടാതെ ഡിക്കിയിൽ പറഞ്ഞുകൊണ്ട്. നോക്കാം. എന്തായാലും നാളത്തേക്കൊക്കെ ആയിട്ട് വണ്ടി സ്റ്റാർട്ടാവേണ്ടതാണ്. എൻജിൻ തിരിച്ച് കയറ്റി കണക്ഷനൊക്കെ കൊടുത്ത് റെഡിയാകും. ഇതാണ് അവസ്ഥ. പക്ഷെ നമ്മളിത് റെഡിയാക്കും, റീസ്റ്റോർ ചെയ്തെടുക്കും എന്തായാലും.